മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഏഷ്യാനെറ്റിൽ കുറച്ചും ഒരു പ്രൊമോ വന്നിരുന്നു. അടുക്കളയിലെ പ്രശ്നവും അതിന്റെ പേരിൽ നെവിൻ കരയുന്നതുമൊക്കെ ആ ഒരു സംഭവമാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, ജിഷിനും രഞ്ജിത്തുമൊക്കെയാണ് ഇപ്പോൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്നത്. ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും കുക്ക് ചെയ്തത് അനുമോളാണ്. വൈകിട്ട് നെവിൻ കുക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അനുമോള് കിച്ചൺ ഏരിയയിലേക്ക് വന്നതേയില്ല. പക്ഷേ ജിഷിൻ വൈകുന്നേരം നെവിനെ പോയി വിളിക്കുന്ന സമയത്ത് നെവിൻ പറയുന്നത് എനിക്ക് ക്ഷീണമാണ്, എനിക്ക് മൂഡ് ഓഫ് ആണ് എന്നൊക്കെയാണ്. ജിഷിൻ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കുക്ക് ചെയ്തോളാം, നീ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വാ എന്ന് പറയുന്നു. ആ സമയത്തും നെവിൻ കിച്ചണിൽ വരാതെ ഒഴിഞ്ഞു മാറി അവിടെയും ഇവിടെയൊക്കെ പോയി കിടക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നെവിൻ കിച്ചണിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ജിഷിൻ പൂരി ഉണ്ടാക്കുകയായിരുന്നു. നെവിൻ ജിഷിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എണ്ണയിൽ കിടക്കുന്ന പൂരി കോരി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ജിഷിൻ നെവിനോടുള്ള ആ ഒരു ദേഷ്യത്തിൽ ആ പൂരി തട്ടിപ്പറിച്ച് വാങ്ങിച്ച് വേസ്റ്റ് ബോക്സിലിടുന്നു. നെവിന്റെ കയ്യിൽ നിന്നും പൂരി വാങ്ങുന്നതിനിടയിൽ ജിഷിന്റെ കയ്യിലിരുന്ന ചട്ടുകം നെവിന്റെ കയ്യിൽ കൊള്ളുന്നുണ്ട്. അങ്ങനെ നെവിന്റെ കൈ നല്ല രീതിയിൽ പൊള്ളുന്നു. ജിഷിൻ പറയുന്നത് അറിയാതെയാണ് ചട്ടുകം കൊണ്ടത്, ഞാൻ അവൻ്റെ കയ്യിൽ നിന്നും പൂരി വാങ്ങിക്കാൻ ശ്രമിച്ചപ്പോൾ അറിയാതെയാണ് കൊണ്ടതെന്നൊക്കെ പറയുന്നു. പക്ഷെ നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ട്. എന്തായാലും നെവിൻ പറയുന്നുണ്ട് ജിഷിൻ ഉണ്ടാക്കിയ ഫുഡ് എനിക്ക് വേണ്ട, ബാക്കി എല്ലാവരും ആ ഫുഡ് കഴിച്ചോ, എനിക്ക് വേണ്ട ഫുഡ് ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നെവിൻ ജിഷിനോട് പറയുന്നുണ്ട് യു ആർ എ ഗസ്റ്റ്, ഞാൻ ഹൗസ് മേറ്റ്സ് ആണ്, ഗസ്റ്റ് എന്നോട് ഭരിക്കാൻ വരണ്ട എന്നൊക്കെ പറയുന്നു. ഉടനെ ജിഷിൻ പറയുന്നുണ്ട് നീ വിളിച്ചിട്ടല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്, ബിഗ് ബോസ് ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നീ ഒരു സ്വാർത്ഥനാണ്. വൈകിട്ട് നീ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തോ? ഇല്ലല്ലോ, നീ ഒറ്റയ്ക്കല്ലേ കഴിച്ചത്. ഇപ്പോൾ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത്? നിനക്ക് മൂഡ് ഓഫ് ആണെന്ന്. നീ നിനക്ക് തിന്നാനുള്ളത് ഉണ്ടാക്കി കഴിച്ചിട്ട് അങ്ങ് പോയി. ഇനി മറ്റുള്ളവരുടെ കാര്യം എന്തായാൽ നിനക്ക് എന്താണല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ നെവിൻ ചോദിക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ നിന്നും ആ പൂരി എന്തിനാണ് വാങ്ങിച്ച് വേസ്റ്റ് ബോക്സിൽ ഇട്ടത് എന്നൊക്കെ ചോദിക്കുന്നു. താൻ ഫുഡിനെ റെസ്പെക്ട് ചെയ്തില്ലെന്നൊക്കെ നെവിനും തിരിച്ചു പറയുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ പേരിലാണ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ വലിയ വഴക്ക് നടക്കുന്നത്. നെവിൻ്റെ കൈ പൊള്ളിയതിനേക്കാളും കൂടുതൽ സങ്കടമായത് നെവിൻ്റെ കയ്യിൽ നിന്നും പൂരി വാങ്ങിച്ച് വേസ്റ്റ് ബോക്സിൽ കളഞ്ഞതാണ്. രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുമുണ്ട്, രണ്ടുപേരുടെയും ഭാഗത്ത് ശരിയുമുണ്ട്. ജിഷിന് കുറച്ച് ദേഷ്യം കൂടുതലാണ്. എന്ത് ദേഷ്യത്തിൻ്റെ പേരിലാണേലും കഴിക്കേണ്ട ഭക്ഷണം വേസ്റ്റ് ബോക്സിൽ കളയാൻ പാടില്ലായിരുന്നു. ജിഷിനെ സപ്പോർട്ട് ചെയ്താണ് മുൻഷിയും സംസാരിക്കുന്നത്. മുൻഷി രഞ്ജിത്ത് പറയുന്നത് ഗസ്റ്റ് ആണെങ്കിൽ ഞങ്ങൾ ഗസ്റ്റ് ഉണ്ടാക്കുന്ന ഫുഡല്ലേ നീ കഴിക്കാൻ വരുന്നത്, കഴിക്കാൻ നേരമായപ്പോഴേക്കിനും വന്നോളും, ഒരു പണിയും ചെയ്യില്ല എന്നൊക്കെ രഞ്ജിത്ത് പറയുന്നു. ആ ഒരു കാര്യത്തിൽ കയറി അക്ബർ പിടിക്കുന്നുണ്ട്. അക്ബർ അപ്പോൾ പറയുന്നുണ്ട് അവനിവിടെ പട്ടിപ്പണി എടുത്ത് ഞങ്ങൾക്ക് ഫുഡ് തന്നിട്ടുണ്ട്, അല്ലാതെ കഴിക്കാൻ നേരത്തെ വന്നു എന്നുള്ള വർത്തമാനമൊന്നും പറയാൻ നിൽക്കണ്ട. അവൻ ഇവിടെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത ദിവസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നെവിനെ സപ്പോർട്ട് ചെയ്ത് അക്ബറും അപ്പാനിയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ലാസ്റ്റ് ജിഷിൻ പറയുന്നുണ്ട് എനിക്ക് പഴി കേൾക്കാൻ വയ്യ, ഞാൻ ഈ വിഷയം വിടുവാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ജിഷിൻ മിണ്ടാതിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.